അജയ്കുമാർ സർ, കുഞ്ഞാമൻ സാർ, രാജേഷ് കോമത്ത്, CJ സ്മാരക സമിതിയുടെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ അടുത്ത നാട്ടുകാരനാണ്. മറ്റൊരു രീതിയിൽ തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ കൂത്താട്ടുകുളത്ത് നടക്കുന്ന ഈ CJ സ്മാരക ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എൻ്റെ ചെറിയ കാലത്ത് മുതൽ ഞാൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ എൻ്റെ 2 സുഹൃത്തുക്കൾ ഇവിടെ വരുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ ഇതിൻ്റെ പൂർവ്വകാല ചില പ്രവർത്തനങ്ങളെ എന്നോട് പങ്കുവയ്ക്കുകയും അനുസ്മരിക്കുകയൊക്കെ ചെയ്തു. ഒരു കുട്ടപ്പൻ സാറിൻ്റെ നേതൃത്വത്തിൽ, കുട്ടപ്പൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ ദിനങ്ങളോളം നടക്കുന്ന പരിപാടികൾ, 6 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. കേരളത്തിലെ ബൗദ്ധിക ജീവിതത്തിൻ്റെ, ബുദ്ധിജീവിതത്തിൻ്റെ ഒരു കാലത്തെ ഏറ്റവും സവിശേഷമായ ഒരു മാതൃക എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്വതന്ത്ര ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവിൻ്റെ പേരിലുള്ള ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് അജയ്കുമാർ മാഷിനോട് ഉള്ള എൻ്റെ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ശാസ്ത്രകേരളം ഒരു ദൂരക്കാഴ്ച എന്ന ശീർഷകത്തിലാണ് സംസാരിക്കേണ്ടത്. ശാസ്ത്രത്തെക്കുറിച്ചുള്ള, ശാസ്ത്രം കേരളത്തിൽ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ആണ് സംസാരിക്കാനായിട്ട് എന്നോട് നിർദ്ദേശിച്ചിരുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹം ശാസ്ത്രബോധം ആർജിച്ച ഒരു സമൂഹമല്ല, ശാസ്ത്ര സംസ്കാരത്തെ വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സമൂഹമല്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ആ സമൂഹത്തിലെ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രശ്നം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളിലേറെ പേരും അത് ശാസ്ത്ര വിദ്യാർത്ഥികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഇപ്പോൾ എൻജിനീയറിംഗ് വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ, മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ശാസ്ത്രം പഠിക്കുന്നവരാണ് എന്നാണ്. അങ്ങനെ ശാസ്ത്രാധ്യാപനത്തിന് വേണ്ടിയിട്ട് യുവതലമുറയുടെ ശേഷി വളരെയേറെ വിനിയോഗിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ സമൂഹം. കേരളത്തിൽ ചുരുങ്ങിയത് ഒരു 60-70 വർഷങ്ങളായിട്ടെങ്കിലും ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് എൻ്റെ പ്രായമാണ്, 60ാമത്തെ വാർഷികം അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് 1957 ശാസ്ത്ര സമിതി എന്ന പേരിൽ ഒരു സംഘടനയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്ര സാഹിത്യത്തിൻ്റെയോ ജനകീയ ശാസ്ത്ര പ്രവർത്തനങ്ങളുടെയോ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ നമ്മളുടെ നാട്ടിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് വളരെയേറെ വർഷങ്ങളായിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ മിക്കവാറും മധ്യവർഗത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരുടെ കൈകളിലും ഇന്ന് മൊബൈൽ ഫോണുകളുണ്ട്. അവർക്ക് അവരുടെ വീട്ടിലെ വിദ്യാർത്ഥികൾ ലാപ്ടോപ്പുകളോ കമ്പ്യൂട്ടറുകളോ ഉപയോഗിക്കുന്നുണ്ട്. മധ്യവർഗത്തിൽപ്പെട്ടവർക്കെങ്കിലും വീടുകളിൽ ടെലിവിഷനുണ്ട്, അല്ലെങ്കിൽ അടുക്കളയിൽ പോലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടേതായിട്ടുള്ള സംഭാവനകളെ നമ്മളുടെ സമൂഹം വളരെ ഏറെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. എന്നുവെച്ചാൽ ഉപഭോഗ വസ്തുക്കളുടെ രൂപത്തിൽ ശാസ്ത്ര നൽകിയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഉപഭോഗ വസ്തുക്കളുടെ രൂപത്തിൽ വളരെയേറെ
ശാസ്ത്രത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രശ്നം, നമ്മളുടെ ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ശാസ്ത്രം പഠിക്കുന്നവരുടെ തന്നെ ജീവിതത്തിൽ, ഇപ്പോൾ ശാസ്ത്ര വിദ്യാർത്ഥികളുടെ, ശാസ്ത്ര അധ്യാപകരുടെ, ശാസ്ത്ര പ്രചാരകന്മാരുടെ ഒക്കെ ജീവിതത്തിൽ പോലും ശാസ്ത്രം യഥാർത്ഥത്തിൽ ശാസ്ത്രീയതയുടെ ഒരു മണ്ഡലത്തിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം തന്നെ ഉയർത്തപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ശാസ്ത്രീയത എന്ന സമ്പർക്കം വളരെ തീർച്ചയായും ചരിത്രപരമായ രൂപം കൊണ്ട ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ശാസ്ത്രീയത എന്ന സമ്പർക്കത്തിന് ഇന്ന് പറയുന്ന അർത്ഥതലങ്ങൾ ഒരുപക്ഷെ ഒരു 50 വർഷം മുമ്പ് അത് അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ശാസ്ത്ര ദാർശനികന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെയൊക്കെ പ്രവർത്തന ഫലമായി ശാസ്ത്രീയത എന്ന സമ്പർക്കം തന്നെ, ആ ഗണം തന്നെ വളരെ വലിയ രൂപമാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ അർത്ഥത്തിൽ നാം ശാസ്ത്രീയതയെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഈ ശാസ്ത്രീയത എന്ന സങ്കല്പനത്തിനുള്ളിൽ നിന്നുകൊണ്ട്, ശാസ്ത്രബോധം എന്ന സങ്കല്പനത്തിൽ നിന്നുകൊണ്ട് അല്ല പലപ്പോഴും നമ്മളുടെ ശാസ്ത്രാധ്യാപകരുടെ ശാസ്ത്രാധ്യാപന ക്ലാസ്സുകളെന്നും ശാസ്ത്ര വിദ്യാർത്ഥികൾ ശാസ്ത്രം ഉൾക്കൊള്ളുന്നതെന്നും പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം പലപ്പോഴും ശാസ്ത്രം പഠിക്കുന്നവർ ഉൾപ്പെടെ, ശാസ്ത്രം പഠിപ്പിക്കുന്നവരുൾപ്പെടെ, ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നവരുൾപ്പെടെ ശാസ്ത്രത്തെ ഒരു കേവല സത്യം, ശാസ്ത്രജ്ഞാനത്തെ, ശാസ്ത്ര സിദ്ധാന്തങ്ങളെ കേവല സത്യം എന്ന രൂപത്തിലാണ് പലപ്പോഴും അവതരിപ്പിക്കുക. അഥവാ ഇതാണ് സത്യം, ഇതിൻ്റെ മുന്നിൽ മുട്ടുകുത്തുവിൻ എന്ന് നാം ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കേണ്ടിയിരിക്കുന്ന ഒരു വ്യവഹാരം മറ്റൊരു രീതിയിൽ അതിൻ്റെ ചരിത്രത്തിലുടനീളം അത് സന്ദേഹിയായിരിക്കുകയും നിരന്തരം നവീകരിക്കുകയും പുതുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യവഹാരം, എപ്പോഴും മാറ്റത്തിന് വിധേയമാകാൻ സന്നദ്ധമായിരിക്കുന്ന ഒരു വ്യവഹാരത്തെ കേവല സത്യത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന, സത്യാത്മകതയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന, മതാത്മകതയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളുടെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളിൽ, നമ്മളുടെ യുക്തിവാദികളിൽ, പ്രത്യേകിച്ച് ഇന്നത് നമ്മളുടെ വേദികൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യുക്തിവാദികളുടെ പല വേദികളിലും യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയാണ്. അത് രവിചന്ദ്രനെ പോലുള്ള ആൾക്കാർ അത് മറ്റൊരു രീതിയിൽ സാമൂഹികമായ എല്ലാ ബന്ധങ്ങളെയിൽ നിന്നും വിച്ഛേദിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ യുക്തിയെ കേവലമായി പ്രതിഷ്ഠിക്കുകയും ശാസ്ത്ര സത്യത്തെ കേവലമായി പ്രതിഷ്ഠിക്കുകയും അങ്ങനെ വളരെ പ്രതിലോമകരമായ ദൗത്യം നിർവഹിക്കുന്ന രീതിയിൽ സാമൂഹികമായ തീർപ്പുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് വരെ നമുക്ക് യുക്തിവാദികളുടെ വേദികളിൽ പോലും, എന്ന് വെച്ചാൽ ശാസ്ത്രീയതയുടെ അടിസ്ഥാനമായി കരുതുന്ന ശാസ്ത്രയുക്തിയുടെ വക്താക്കളിൽ നിന്ന് പോലും നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഇപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ രവിചന്ദ്രനെ പോലുള്ള ശാസ്ത്രയുക്തിവാദികളുടെ മാത്രം പ്രശ്നവുമല്ല. ഒരു രീതിയിൽ എല്ലാറ്റിനെയും ശാസ്ത്രീയമെന്ന രീതിയിൽ വിവക്ഷിച്ചുകൊണ്ട് എല്ലാറ്റിൻ്റെയും മാനദണ്ഡം ശാസ്ത്രീയമാകണമെന്ന് വാദിക്കുന്ന രീതിയിലുള്ള അങ്ങേയറ്റത്തെ മറ്റൊരു ഇങ്ങേയറ്റത്ത് ശാസ്ത്രബോധമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങേയറ്റത്ത് എല്ലാറ്റിൻ്റെയും മാനദണ്ഡം ശാസ്ത്രമാണെന്ന് വാദിക്കുന്ന രീതിയിലുള്ള മറ്റൊരു ഏകപക്ഷീയതയിലേക്ക് പലരും സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരുൾപ്പെടെ, ഇപ്പോൾ ഉദാഹരണത്തിന് കെ വേണുവിനെ പോലുള്ള ഒരു സൈദ്ധാന്തികമായ തലങ്ങളിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളുടെ
ലേഖനങ്ങളെടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും ശാസ്ത്രമാത്രവാദത്തിൻ്റെ സയൻറ്റിസത്തിൻ്റേതായിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അഥവാ എല്ലാറ്റിനെയും ശാസ്ത്രീയത എന്ന സമ്പർക്കത്തിലേക്ക് ചുരുക്കുന്നതിനുള്ള പ്രവണതകൾ. അപ്പോൾ ഒരു വശത്ത് വളരെ വലിയ രൂപത്തിൽ ശാസ്ത്രാവബോധത്തിൻ്റെ ഇല്ലായ്മ മൂലം, അഭാവം മൂലം സമൂഹം ഇവിടെ വിധു വിൻസെൻ്റ് സൂചിപ്പിച്ചതുപോലെ പഴയ അനാചാരങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും നവോത്ഥാന മൂല്യങ്ങളുടെ ഇല്ലായ്മകളിലേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് ശാസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാറ്റിനെയും ശാസ്ത്രീയതയുടെ പദങ്ങളിലേക്ക് ചുരുക്കുന്ന മറ്റൊരു സമീപനവും സ്വീകരിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അപ്പോൾ ശാസ്ത്രത്തെ ഏത് തലത്തിൽ നിന്ന് നോക്കിക്കാണണം എന്ന ഒരു കാര്യത്തിൽ ഇന്നത്തെ ഈ ഭൗതിക തലത്തിലുള്ള ഈ പ്രശ്നം എല്ലാറ്റിനെയും ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയത കൊണ്ട് അളക്കുക എന്ന രീതിയിലേക്ക് നീങ്ങുന്ന ഒരു സമീപനത്തെ, ശാസ്ത്രബോധമില്ലാതിരിക്കുന്ന ഒരവസ്ഥയെ ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ നമുക്ക് എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ കഴിയുക എന്നൊരു പ്രശ്നം നമുക്ക്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം എവിടെയാണ്, ശാസ്ത്രീയതയുടെ സ്ഥാനം എവിടെയാണ് എന്ന പ്രശ്നം ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കേരളത്തിലെ ശാസ്ത്ര പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആരംഭിക്കുന്നത് ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവരല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മളുടെ ഭാഷയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു വാക്കായിരിക്കും ശാസ്ത്ര സാഹിത്യം എന്ന് പറയുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് മുമ്പ് ശാസ്ത്ര സാഹിത്യ സമിതിയും ഉണ്ടായിരുന്നു. അഥവാ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനെ ശാസ്ത്രത്തിലുള്ള എഴുത്തിനെ സാഹിത്യം എന്ന വാക്കുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്നവരല്ല കേരളത്തിൽ ശാസ്ത്രത്തിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തെന്നുള്ളതാണ്. സാഹിത്യത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് തുടക്കകാലത്ത്. ഇപ്പോൾ ഭാഷാഭൂഷണിയിലും വിദ്യാവിലാസിനിയിലും ഒക്കെ ലേഖനങ്ങൾ എഴുതിയിരുന്നത് കേരളത്തിലെ സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഇപ്പോൾ അത് AR രാജരാജവർമ്മയെയോ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെയോ CP അച്യുതമേനോനെയോ ഒക്കെ പോലുള്ള ആൾക്കാർ, സാഹിത്യരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് ശാസ്ത്രലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും പ്രധാനമായിട്ടുള്ള നേതൃത്വം നൽകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് സ്വാഭാവികമായിട്ടും ഇത് ശാസ്ത്ര സാഹിത്യം എന്ന രീതിയിലുള്ള ഒരു പരികൽപ്പന തന്നെ രൂപപ്പെടുന്നതിന് കാരണമായിരിക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ശാസ്ത്ര സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിലുള്ളവരാണ് ശാസ്ത്ര സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് എന്നുള്ള കാര്യം കേരളത്തിലുണ്ടായ ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ചില വിടവുകൾ, ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പിൽക്കാലത്ത് പോലും ശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നവർ സാഹിത്യകാരന്മാരായി തീരുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ആധുനിക ശാസ്ത്രം വേദാന്തത്തിൻ്റെ പടിക്കൽ പോയി നിൽക്കുകയാണ് എന്ന് OV വിജയൻ പറയുമ്പോൾ അതിനെ കൊട്ടിഘോഷിക്കുന്ന, അതിനെ ഏറ്റെടുക്കുന്ന, അതാണ് സ്ഥിതി എന്ന്, ആധുനിക ശാസ്ത്രത്തിൻ്റെ സ്ഥിതി അതാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു ഭൗതിക സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ ഇത് അതിൻ്റേതായിട്ടുള്ളൊരു വൈകല്യത്തെ, സാഹിത്യകാരന്മാരാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിന് ഇവിടെ തുടക്കം കുറിച്ചത് എന്ന കാര്യം മറ്റൊരു രീതിയിൽ ഇങ്ങനെയൊരു വൈകല്യത്തെ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നതിനും കാരണമായിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ നവോത്ഥാന മൂല്യങ്ങൾ
ഈ ങ്ങളോടൊപ്പമാണ് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തയും കേരളത്തിൽ പ്രചരിതമാകുന്നതെന്നും കാണാം. ഇപ്പോൾ ശാസ്ത്ര വിജ്ഞാനത്തെ വിതരണം ചെയ്യുന്ന ലേഖനങ്ങൾ എഴുതുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും സാഹിത്യത്തിൽ പ്രവീണരായിട്ടുള്ളവർ ശ്രമിച്ചിരുന്നെങ്കിൽ തന്നെയും മറ്റൊരു രീതിയിൽ ശാസ്ത്രജ്ഞാനത്തിന് വേണ്ടി വാദിച്ചിരുന്നത് ആദ്യമായി വാദിക്കുന്നത് നവോത്ഥാനത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർ തന്നെയാണ്. പുണർന്നു പെറും എല്ലാം ഒരു ഇനമാം എന്ന് നാരായണ ഗുരു എഴുതുമ്പോൾ അത് മറ്റൊരു രീതിയിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ ചിന്തയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരൻ അയ്യപ്പനെ പോലുള്ള ഒരാൾ സയൻസിന് കൈതൊഴുന്ന സയൻസ് ദശകം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നവോത്ഥാനത്തിൻ്റെ മൂല്യസങ്കല്പങ്ങളോടൊപ്പമാണ് ശാസ്ത്രീയതയുടെ മൂല്യസങ്കല്പങ്ങളും കേരളത്തിൽ പ്രചരിതമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആധുനികതയുടെയും ശാസ്ത്രീയതയുടെയും മൂല്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് സഹായകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും കേരളത്തിലെ സാഹിത്യകാരന്മാരെങ്കിലും വിജ്ഞാനപ്രദമായ ശാസ്ത്രലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ തന്നെയും കേരളത്തിൽ അതിൻ്റെ സ്വാഭാവികമായ സാമൂഹിക സ്ഥിതി കൊണ്ട് അതിൻ്റെ സമ്പത്തും ഒക്കെയായിട്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അർത്ഥശാസ്ത്രത്തിൻ്റെ ഗണങ്ങൾ കൊണ്ട് പൊളിറ്റിക്കൽ എക്കണോമിയുടെ ഗണങ്ങൾ കൊണ്ട് വിശദീകരിക്കേണ്ടുന്ന സ്ഥിതികൾ കൊണ്ട് കേരളത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രവർത്തനം മറ്റൊരു രീതിയിൽ വികസിതമായിട്ട് ഞാനതിനെക്കുറിച്ച് പിന്നീട് കുറച്ചുകൂടി ഇതായിട്ട് പറയാം. 1957 കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ ചിന്താഗതി ശാസ്ത്രീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അങ്ങനെ ഒരു പ്രസ്ഥാനം 1957 കേരളത്തിൽ അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വിധു വിൻസെൻ്റ് ഇവിടെ അതിന് സംഭവിച്ച വലിയ അട്ടിമറിയെക്കുറിച്ച് ഇവിടെ വിശദമായി സംസാരിക്കുകയുണ്ടായി. 1957 സർക്കാരിനെ 1959 വിമോചന സമരത്തിലൂടെ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ക്രമത്തോടുള്ള ഫെഡറൽ സംവിധാനത്തോടുള്ള അട്ടിമറി എന്നുള്ള നിലയ്ക്ക് വിശദീകരിക്കാവുന്ന ഒരു ബലപ്രയോഗത്തിലൂടെ പിരിച്ചുവിടപ്പെടുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജാതിമത ശക്തികളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രീതിയിൽ 1959 കേരള ചരിത്രത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് വഴിത്തിരിവായി നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. 1959 മുമ്പും 1959 ശേഷവും എന്ന രീതിയിൽ വിഭജിക്കാവുന്ന രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാൻ കഴിയും. കാരണം അതിന് മുമ്പുള്ള കാലഘട്ടം മറ്റൊരു രീതിയിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെയും അത് നേടുന്ന വിജയങ്ങളുടെയും ഐക്യ കേരള രൂപീകരണത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഫലപ്രാപ്തി എന്നോണം ഒരു ജനകീയ സർക്കാരിൻ്റെയും ശാസ്ത്രീയമായ മൂല്യങ്ങളെ തങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു ജനകീയ സർക്കാരിൻ്റെയൊക്കെ കടന്നുവരവായിരുന്നെങ്കിൽ 1959 ജാതിമത ശക്തികൾ വർഗീയതയുടെ മറ്റൊരു രീതിയിൽ വർഗീയത കേരളത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യം ആദ്യമായി കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ സന്ദർഭത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന പല സംഘടനകളും കേവലം ജാതിമത സംഘടനകളായിട്ട് മാറുകയും അവയൊക്കെ തന്നെയും പിന്നീട് തങ്ങളുടെ ജാതിക്ക് വേണ്ടി തങ്ങളുടെ മതത്തിന്
വികസനത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനകളായി തീരുകയും ഒക്കെ ചെയ്യുകയും കേരള കോൺഗ്രസിനെ പോലുള്ള ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. വർഗീയതയുടെ ഈ ജാതിമത ശക്തികളുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന വിമോചന സമരത്തിൻ്റെ തുടർച്ചയിൽ തീർച്ചയായിട്ടും ഇവിടെ വിധു പറഞ്ഞ ഒരു കാര്യം, പ്രത്യേകിച്ച് ഇത് സി ജെ തോമസിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ സി ജെ തോമസ് വിമോചന സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളാണ് എന്ന കാര്യത്തെ പരാമർശിക്കാതെ ഈ കാര്യത്തെ വിശദീകരിക്കുക വയ്യ. മറ്റൊരു രീതിയിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തോടും നമ്മളോട് തന്നെയും കാണിക്കുന്ന ഒരു അനാദരവായിരിക്കും. കാരണം സി ജെ മറ്റൊരു രീതിയിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആത്മവിമർശനത്തിൻ്റെ സ്വരത്തിൽ അന്ന് താൻ ചുമക്കേണ്ടി വന്നിരുന്ന ദുർഭൂതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ആത്മവിമർശന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചരിത്രം സൃഷ്ടിച്ച വസ്തുതകളെ അങ്ങനെ ആ രീതിയിൽ ഇല്ലാതാക്കുന്നില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ദൈക്ഷണികമായ സത്യസന്ധതയുടെ തെളിവ് കൂടിയാണത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടർന്ന് ഉള്ള കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ തോതിലുള്ള ശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് കഴിയുകയുണ്ടായില്ല. ഇതിപ്പോൾ ഇനി അത് കേരളത്തിൻ്റെ മാത്രം ഒരു സവിശേഷ മണ്ഡലത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ശാസ്ത്ര സമീപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തീർച്ചയായിട്ടും അത്തരം ബന്ധങ്ങളുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ ശാസ്ത്രത്തിലുള്ള വികാസം പലപ്പോഴും അവിടെ രൂപീകരിക്കപ്പെടുന്ന വ്യവസായങ്ങളുമായി സമൂഹത്തിൻ്റെ വ്യവസായവൽക്കരണവുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് ശാസ്ത്രത്തിലെ പ്രയോഗം എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രയോഗത്തിലൂടെയാണ് പലപ്പോഴും ശാസ്ത്രത്തെക്കുറിച്ചുള്ള സന്ദേശം, ശാസ്ത്രത്തിൻ്റെ ഉപയോഗം ജനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിൻ്റെ വ്യവസായവൽക്കരണം എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഇന്ത്യയിലെ മുതലാളി വർഗം ഇത്തരത്തിലുള്ള ഒരു വ്യവസായവൽക്കരണത്തിന്, അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസായവൽക്കരണത്തിന് സഹായകമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒന്നായിരുന്നോ എന്ന പ്രശ്നം ഇവിടെ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കേരളത്തിന് അങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള മുതലാളി വർഗം ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. നമുക്കറിയാം മുതലാളി വർഗവും ശാസ്ത്രവുമായിട്ട് വളരെ വലിയ ഒരു ബന്ധമുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ദാമോദർ ധർമാനന്ദ് കൊസാംബിയുടെ വിലയിരുത്തൽ തന്നെ നോക്കിയാൽ മതി. യഥാർത്ഥത്തിൽ അത് ന്യൂട്ടൻ ഒറ്റയ്ക്കല്ല വന്നത് എന്ന് ദാമോദർ ധർമാനന്ദ് കൊസാംബി പറയുന്നുണ്ട്. ന്യൂട്ടൻ അഥവാ ശാസ്ത്രം വന്നത് മുതലാളിത്ത വർഗത്തോടൊപ്പമാണ്. ന്യൂട്ടൻ മുതലാളിത്ത വർഗത്തോടൊപ്പമാണ് ഇംഗ്ലണ്ടിൽ വന്നതെന്ന് കൊസാംബി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റൊരു രീതിയിൽ മുതലാളിത്തത്തിൻ്റെ മതം എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രം വിശദീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മുതലാളിത്തത്തിൻ്റെ വളർച്ചയുമായി അല്ലെങ്കിൽ മുതലാളിത്ത ഉൽപ്പാദന രീതികളുടെ വളർച്ചയുമായി മുതലാളിത്തം സൃഷ്ടിക്കുന്ന വ്യവസായവൽക്കരണ പ്രവർത്തനങ്ങളുമായി ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ ബന്ധങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേസമയം കേരളത്തിലെ മുതലാളി വർഗം മറ്റൊരു രീതിയിൽ പണം കടം കൊടുക്കുന്ന പ്രവർത്തനങ്ങളിലോ
അല്ലെങ്കിൽ നാണ്യവിള കൃഷിയിലോ ഒക്കെ തൽപരരായിരുന്ന, ഒട്ടും തന്നെ വ്യവസായവൽക്കരണത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു ഘടന, ഒരു അടിത്തറ സൃഷ്ടിക്കുന്നതിൽ താല്പര്യമില്ലാത്തവരായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മൊത്തം മുതലാളി വർഗത്തിൻ്റെ ഒരു സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മുതലാളി വർഗത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഇന്ത്യൻ ബെഗ് ബുർഷാസിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ സുനീതി കുമാർ ഘോഷ് നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ അത് പലപ്പോഴും ഒരു കൊളാബറേറ്റേഴ്സിൻ്റെ പ്രവർത്തനമാണ് അവർ നിർവഹിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് മറ്റൊരു രീതിയിൽ ഇപ്പോൾ ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ തുടർച്ചയിൽ സ്വാതന്ത്ര്യ സമരാനന്തരം ഇന്ത്യയിൽ രൂപം കൊണ്ട, അധികാര കൈമാറ്റത്തിന് ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ട സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളിൽ വ്യവസായവൽക്കരണത്തിന് ചില പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ തന്നെയും അതിന് ഇന്ത്യയിലെ തന്നെ മുതലാളിമാർ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റയെ പോലുള്ള ആൾക്കാർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് പോലുള്ള സ്ഥാപനങ്ങൾ ശാസ്ത്രത്തിൻ്റെ വികാസത്തിനും മറ്റും സ്ഥാപിക്കുന്നതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതി എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുതലാളിമാരുടെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അത് അദാനിയാണെങ്കിലും ഇപ്പോൾ ഗ്വാളിയറിൻ്റെയൊക്കെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ മിക്കവാറും ഇത്തരം പ്രവർത്തനങ്ങളിൽ, ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് ഊഹക്കച്ചവടത്തിൻ്റെ ഇതായിട്ടുള്ള ഊഹക്കച്ചവട മൂലധനത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ശാസ്ത്രത്തിൻ്റെ, നമ്മളുടെ നാട്ടിൽ ശാസ്ത്രത്തിൻ്റെ തനതായ വളർച്ചയ്ക്ക്, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും തനതായ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുക എന്ന ഇതര യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ, ആ രീതിയിലുള്ളൊരു പ്രവർത്തനത്തെ ഇന്ത്യയിലെ മുതലാളിത്ത വർഗം ആ രീതിയിൽ പിന്തുണച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ മുതലാളിത്ത വർഗം സ്വാഭാവികമായിട്ടും ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഇന്ത്യയിലെ മുതലാളിത്ത വർഗത്തിൻ്റെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് പോലും, സംഭാവനകൾ പോലും കേരളത്തിൽ നിന്നുള്ള മുതലാളി വർഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ശുദ്ധശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള വികാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഒക്കെ സ്ഥാപിക്കുന്നതിൽ അതിന് യാതൊരു വിധത്തിലുള്ള മുൻകൈയും നമുക്ക് അത് വഹിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ ശാസ്ത്രരംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ചില വ്യക്തികൾ, ഇപ്പോൾ PR പിഷാരടിയെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ താണു പത്മനാഭനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, ECG സുദർശനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, ഇവർക്കൊന്നും കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയും കേരളത്തിലുണ്ടായിരുന്നില്ല. ഇവരൊക്കെ മറ്റൊരു രീതിയിൽ വിദേശങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. കേരളത്തിൽ ഈ രീതിയിൽ ശാസ്ത്രത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏതെങ്കിലും അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചില ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് കേരളത്തിലെ ശാസ്ത്രത്തിൻ്റെ മണ്ഡലം മാറിത്തീരുന്ന നമുക്ക് കാണാൻ കഴിയും. ഉയർന്ന കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ നൽകുന്നവരെ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളാനോ അവരുടെ സംഭാവനകൾ ഏറ്റുവാങ്ങുന്ന രീതിയിലുള്ള ആവശ്യത്തിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അടിത്തറ സൃഷ്ടിച്ചു നൽകുന്നതിനോ കേരള സമൂഹത്തിന് കഴിയുകയുണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പമാണ് കേരളത്തിലെ സമൂഹത്തിൻ്റെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതിയും നാം പരിശോധിക്കേണ്ടത്. ഇപ്പം ശാസ്ത്രബോധത്തെക്കുറിച്ചൊക്കെ നാം പറയുമ്പോൾ ശാസ്ത്രീയതയുടെ സമ്പർക്കം എങ്ങനെയാണ് കേരളീയ മനസ്സുകൾ
കോഴ്സുകളിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നാം ആലോചിക്കുമ്പോൾ നാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലമാണ്. കേരളത്തിലെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലത്തെ പോലെ ദൂഷിത വലയത്തിലായിട്ടുള്ള ഒരു മേഖലയും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ ശാസ്ത്രാധ്യാപനം നടത്തുന്നവർ മിക്കവാറും പേർ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ സംഭാവനകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല അതിലെ ഏറെ പേരും ഉപയോഗിക്കപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ മറ്റൊരു രീതിയിൽ ശാസ്ത്രാധ്യാപകരായി നിയമിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ശാസ്ത്രം പഠിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു തലമുറ ശാസ്ത്രാധ്യാപകർ പുതിയ ഒരു തലമുറ ശാസ്ത്രാധ്യാപകരെ വളർത്തിയെടുക്കുന്നു. അത് ഒരുതരം ദൂഷിത വലയം പോലെ പ്രവർത്തിക്കുന്നു. കാരണം ഈ ശാസ്ത്രാധ്യാപകർ എന്താണ് ശാസ്ത്രത്തിൻ്റെ മണ്ഡലമെന്ന് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയം തിരിച്ചറിയാത്തവരും അവർ സിലബസിനനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ അതേപടി നോട്ട് ബുക്കുകളിലൂടെയോ അല്ലെങ്കിൽ തങ്ങൾ നടത്തുന്ന നോട്ടുകളിലൂടെയോ ഒക്കെ കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്ന അധ്യാപകരാണ്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ രീതിയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ സർവകലാശാലകളും കേരളത്തിലെ കോളേജുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ശാസ്ത്രാധ്യാപനത്തോളം നീചസ്ഥിതിയിലുള്ള അധ്യാപനം ഒരിടത്തും നടക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന പ്രതിഭാശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്ന വിദ്യാർത്ഥികളാണ് പലപ്പോഴും ശാസ്ത്ര വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കപ്പെടുന്നത്. പക്ഷേ അവിടെയാണ് ഏറ്റവും മോശപ്പെട്ട വിദ്യാഭ്യാസം നടക്കുന്നത് എന്നത് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ നാം എങ്ങനെ ഏറ്റവും നീചമായൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇത് ചിലയിടങ്ങളിൽ ഇത് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള ചില വാദഗതികളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ ആ ഉദാഹരണം ഇവിടെയും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ മലയാളം ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ അവർ കാണാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മാച്ചു എന്നുള്ള ഉറൂബിൻ്റെ നോവൽ ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഉറൂബിൻ്റെ ആ നോവലിനെ തീർച്ചയായിട്ടും ആ കുട്ടി വായിച്ചിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ആ കുട്ടിക്ക് ചുരുങ്ങിയ വർഷം പഠിക്കാനുള്ള ഒരു പരിസരമൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാച്ചു എന്നുള്ള നോവൽ ആ കുട്ടി വായിച്ചിരിക്കും. ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ നോവലിനെ കുറിച്ച് വന്നിട്ടുള്ള നിരൂപകന്മാരുടെ പഠനങ്ങൾ ഒക്കെ ആ കുട്ടി ചിലപ്പോൾ തപ്പിയെടുത്ത് വായിക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. മറ്റൊരു രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പഠനത്തിനും ഇത് മറ്റൊരു രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ആപ്ലിക്കബിളാണ്. ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഒരു നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം ആ കുട്ടി വായിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ഞാനിപ്പോൾ ഏതാണ്ട് ഒരു കുറേ വർഷങ്ങൾ കേരളത്തിലെ കോളേജുകളിൽ ഭൗതികശാസ്ത്രം പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം സിലബസിൽ നിർദ്ദേശിക്കുന്ന ടെക്സ്റ്റ് പുസ്തകങ്ങൾ പോലും ഈ ശാസ്ത്ര വിദ്യാർത്ഥികൾ വായിക്കില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇപ്പോൾ ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിലബസിൽ നിർദ്ദേശിക്കുന്ന ശാസ്ത്ര പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞത് അത് തന്നെ വളരെ പരിമിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഉമ്മാച്ചു എന്ന പുസ്തകത്തിൻ്റെ ഒറിജിനലിലേക്ക് പോകാൻ ഒരു മലയാളം വിദ്യാർത്ഥിക്ക് കഴിയുമ്പോൾ ഐൻസ്റ്റൈൻ ഒരു ശാസ്ത്ര സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ ഒറിജിനൽ പേപ്പറിലേക്ക് പോകാൻ ഒരു ഭൗതികശാസ്ത്ര വിദ്യാർത്ഥിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ആ ശാസ്ത്ര സിദ്ധാന്തത്തെ സംഗ്രഹിച്ച് എഴുതിയിട്ടുള്ള നാഷണലോ ഇൻ്റർനാഷണലോ എഡീഷണലായിട്ടുള്ള ശാസ്ത്ര പുസ്തകങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്ന ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കാൻ പോലും
ഈ വിദ്യാർത്ഥിയോ അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന അധ്യാപകനോ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയാണുള്ളത്. പലപ്പോഴും അങ്ങനെയൊരു സ്ഥിതിയാണുള്ളത്. ഈ അധ്യാപകർ നൽകുന്ന നോട്ടുകൾ, ക്ലാസ് നോട്ടുകൾ, അല്ലെങ്കിൽ സർവകലാശാലകളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രസിദ്ധീകരിക്കുന്ന നോട്ട് പുസ്തകങ്ങൾ, ഗൈഡുകൾ, ഇവ വഴിയാണ് മിക്കവാറും വിദ്യാർത്ഥികളൊക്കെ തന്നെയും ശാസ്ത്രം പഠിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളുടെ മറ്റൊരു രീതിയിൽ നമ്മളുടെ പരീക്ഷാ സമ്പ്രദായവും കൂടിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളോട് ഒരു സവിശേഷമായിട്ടുള്ള നിർവചനം ചോദിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷണം ചോദിക്കുന്നു, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി പഠിച്ച ഒരു കാര്യത്തെ ബൗദ്ധികമായി സമീപിക്കുന്ന, അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തെ പ്രയോഗത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതര മേഖലകളിലേക്ക് പ്രവേശിപ്പിക്കാൻ അതിൻ്റെ ചരിത്രപരവും ദാർശനികവുമായ വാനങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ ഒക്കെ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയും നമ്മളുടെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിനില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ പലപ്പോഴും ഇതിന് പര്യാപ്തരായിട്ടുള്ള അധ്യാപകരുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദൂഷിത വലയത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ, ശാസ്ത്രാധ്യാപകരെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു ദൂഷിത വലയം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ എന്ത് സംഭവിക്കുന്നു, ശാസ്ത്രം എന്തിനെ അഭിസംബോധന ചെയ്യുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ശാസ്ത്രീയതയുടെ മൂല്യമെന്ത്, ശാസ്ത്രബോധമെന്ത് എന്ന പ്രശ്നങ്ങളെ വിദ്യാർത്ഥികളിലേക്ക് പകരുന്നതിന് കഴിയുന്നില്ല എന്നതാണ് സ്ഥിതി. അപ്പോൾ ഇതാണ് ശാസ്ത്രത്തിൻ്റെ നമ്മളുടെ കേരളത്തിൽ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ നമ്മളുടെ കേരളത്തിലെ സമകാലികമായിട്ടുള്ള അവസ്ഥ. ഇതിനെ ഒക്കെ ഭേദിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ ഇടപെടുകയും അവയുടേതായിട്ടുള്ള സംഭാവനകൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവയൊക്കെ തന്നെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശാസ്ത്ര പ്രചരണത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോലും ശാസ്ത്രീയത എന്ന സമ്പർക്കത്തെ കേവല സത്യത്തിൻ്റേതായിട്ടുള്ള അഥവാ മതാത്മകതയുടെ, സത്യാത്മകതയുടെ ഒരു സമ്പർക്കം എന്നുള്ള നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര പുസ്തകം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകം പോലെ തന്നെയാണ്. അവർ സത്യവേദ പുസ്തകത്തിന് പകരം ശാസ്ത്ര പുസ്തകത്തെ വയ്ക്കുന്നു. രണ്ടും സത്യം പറയുന്ന പുസ്തകങ്ങൾ. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ശാസ്ത്രീയതയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയത സന്ദേഹാത്മകതയെ ഉൾക്കൊള്ളുന്നതാണ്, നിരന്തരം നവീകരിക്കാനായിട്ടുള്ള ഒന്നാണ്. ഇതാണ് സത്യം, ഇതിൻ്റെ മുന്നിൽ മുട്ടുകുത്തുവിനെന്ന് പറയാത്തതാണ്. അങ്ങനെയുള്ള ഒന്നിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ നിരന്തരം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചിരവികസ്വരക്ഷമമായിട്ടുള്ള ഒരു വ്യവഹാരത്തെ കേവല സത്യങ്ങളുടെ ഒരു സമാഹാരം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായും ശാസ്ത്രബോധമല്ല, ശാസ്ത്രീയത എന്ന സങ്കല്പന അല്ല, മതാത്മകതയുടെ സങ്കല്പനം തന്നെയാണ് ഇത് ചെയ്യുക. അത് തന്നെയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയതയുടെ, യുക്തിചിന്തയുടെ സങ്കല്പനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുടെ യുക്തിവാദികൾ തന്നെ ഏറ്റവും പ്രതിലോമപരമായ ആശയങ്ങളുടെ, യുക്തിവാദത്തിൻ്റെ പേരിൽ ഏറ്റവും പ്രതിലോമപരമായ ആശയങ്ങളുടെ വക്താക്കളായിട്ട് മാറുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ശാസ്ത്രത്തെക്കുറിച്ച് നാം പറയുന്ന ഈ ചർച്ച, ഞാൻ ശാസ്ത്രത്തിൻ്റെ രണ്ട് എൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ കാണുന്ന മറ്റു ചില പ്രവണതകളെ ഇവിടെ വിധു വിൻസെൻ്റൊക്കെ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. നവോത്ഥാന മൂല്യങ്ങളിൽ നിന്നുള്ള പിന്മടക്കം എന്നുള്ള നിലയിൽ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇത് ഇപ്പോൾ നരബലിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതി, ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ മറ്റൊരു രീതിയിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി.
അതാണ് ഒരറ്റമെങ്കിൽ, മറിച്ച് മറ്റേ അറ്റത്ത് ഞാൻ പറയുകയുണ്ടായി, ശാസ്ത്രം എല്ലാറ്റിനെയും ശാസ്ത്രത്തിൻ്റെ ഒന്നിലേക്ക് ചുരുക്കിയെടുക്കുക. ഇപ്പോൾ യുക്തിവാദികളൊക്കെ ചെയ്യുന്ന അതാണ്, എല്ലാറ്റിൻ്റെയും മാനദണ്ഡം ശാസ്ത്രമാണെന്ന് പറയുക. അങ്ങനെ അവർക്ക് കവിതയുടെ മാനദണ്ഡം കൂടി ശാസ്ത്രമായി തീരുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ചരിത്രപരമായി രൂപപ്പെട്ടിട്ടുള്ള മനുഷ്യൻ്റെ മറ്റ് വ്യവഹാരങ്ങളെല്ലാം ഈ ശാസ്ത്രയുക്തിക്ക് കീഴിൽ നിൽക്കണമെന്ന് ആധികാരികതയോടെ, അധികാരത്തോടെ പറയുന്ന ഒരു സ്ഥിതി അത് സൃഷ്ടിക്കപ്പെടുക. അങ്ങനെ എല്ലാ വ്യവഹാരങ്ങൾക്കുമേലും പ്രവർത്തിക്കുന്ന അധികാരമായിട്ട് യുക്തിയെ മാറ്റി തീർക്കുന്ന ഒരു സമീപനം. അപ്പോൾ ഈ രണ്ട് സമീപനങ്ങൾക്കും എതിരെ നിൽക്കുമ്പോൾ ശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഉള്ള നമ്മളുടെ ചിന്ത, യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ശാസ്ത്രം ഇന്ന് നാം കരുതുന്നത് പോലെ തീർച്ചയായിട്ടും വസ്തുനിഷ്ഠതയുടെ മൂല്യങ്ങളിൽ നിൽക്കുന്ന, മറ്റൊരു രീതിയിൽ യാഥാർത്ഥ്യത്തെ ഏറ്റവും കൂടുതൽ വസ്തുനിഷ്ഠമായി സമീപിക്കുന്ന ഇതര വ്യവഹാരങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സവിശേഷമായിട്ടുള്ള വ്യവഹാരമാണ് ശാസ്ത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യവഹാരത്തെ നാം സംശയിക്കുന്നത് സ്വാഭാവികമായും മറ്റ് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്കിട നൽകുകയും ചെയ്യും. കാരണം ശാസ്ത്രത്തെ പിടിച്ച് ആണയിടുന്നതിന് പലരെയും പ്രേരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും വസ്തുനിഷ്ഠതയോട് അത് കാണിക്കുന്ന പ്രതിബദ്ധതയാണ്. അതേസമയം ഇതിനെതിരായിട്ട് ഉയർത്തപ്പെടുന്ന വിമർശനങ്ങളെ നാം കാണാതെ പോകരുത്. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഫെമിനിസ്റ്റുകൾ, പെൺ ശാസ്ത്രവാദികളെന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. ഇപ്പോൾ സാന്ദ്ര ഹാർഡിങ്ങിനെയോ ഈവലിൻ ഫോക്സ് കെല്ലറെയോ ഒക്കെ പോലെ വളരെ പ്രശസ്തരായിട്ടുള്ള വിദേശത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ മാത്രമല്ല കേട്ടോ, ഞാൻ ഇവരുടെ പേര് പെട്ടെന്ന് എളുപ്പത്തിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നാം വസ്തുനിഷ്ഠമെന്ന് കരുതപ്പെടുന്ന, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കരുതുന്ന ശാസ്ത്രം യഥാർത്ഥത്തിൽ ഒരു മാനുഷിക പ്രവർത്തനം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ എന്ന പ്രശ്നം, അഥവാ യഥാർത്ഥത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച കാറ്റഗറീസിൽ, സംവർഗങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശാസ്ത്രവും പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്ന കാര്യം, ആ സാമൂഹിക സംവർഗങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശാസ്ത്രവും പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്ന കാര്യം, ശാസ്ത്രം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഈക്വലൈസ് ചെയ്യുന്ന, അതിന് സമാനം എന്ന് പറയാവുന്ന ഒന്നല്ല, അതൊരു ജ്ഞാനമാണ് എന്ന്. ശാസ്ത്രം സമം യാഥാർത്ഥ്യം എന്ന് പറയുന്നതിനപ്പുറം ശാസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നത് ആ വ്യവഹാരത്തിൻ്റെ ഒരു ഫലം എന്നുള്ള നിലയ്ക്കുള്ള ജ്ഞാനമാണ് എന്ന കാര്യം ആ അർത്ഥത്തിൽ നാം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന പ്രശ്നം പ്രധാനമാണ്. ശാസ്ത്രത്തെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളെ, ശാസ്ത്രത്തിൻ്റെ ഫലങ്ങളെ തീർത്തും യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് വിവക്ഷിക്കുന്ന ഒരു രീതി നമ്മളുടെ ഇടയിലും വളരെ ഏറെ പ്രചാരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ശാസ്ത്രയുക്തിവാദികളൊക്കെ ഈ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സങ്കല്പനത്തെയാണ് മറ്റൊരു രീതിയിൽ വസ്തുനിഷ്ഠത ശാസ്ത്രത്തിന് ഒരു വരമല്ല എന്ന രീതിയിൽ ഫെമിനിസ്റ്റുകളെ, പെൺശാസ്ത്രവാദികൾ മറ്റും ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നത്. ഇത് ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തെ, ശാസ്ത്രയുദ്ധങ്ങൾ എന്ന പേരിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ നടന്ന വലിയ ചർച്ചകൾ, ലോകമെമ്പാടും നടന്ന ചർച്ചകൾ, ഇത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള
അന്നേ വരെ നിലനിന്നിരുന്ന ശാസ്ത്രത്തെക്കുറിച്ചുള്ള പല ബോധ്യങ്ങളെയും തകിടം മറിക്കുന്നുണ്ട്. ഇപ്പോൾ ശാസ്ത്രം ഒരു ആധുനിക ശാസ്ത്രം ഒരു പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടി കൂടിയാണ് എന്ന ഫെമിനിസ്റ്റുകളുടെ വാദം. ഇനി മറ്റൊരു രീതിയിൽ ശാസ്ത്രം ഇതര വ്യവഹാരങ്ങളെ പോലെ തന്നെ ഉള്ള ഒന്നാണ് എന്ന ഉത്തരാധുനികവാദികളുടെ വാദം. സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റുകളുടെ, സാമൂഹിക നിർമ്മിതിവാദികളുടെ, സമൂഹത്തിൻ്റെ ഒരു നിർമ്മിതിയാണ്, ഇതര സാമൂഹിക നിർമ്മിതികളെ പോലെ തന്നെ ഒരു സമൂഹ നിർമ്മിതിയാണ് എന്ന വാദം. അഥവാ സമൂഹം സൃഷ്ടിച്ച ഗണങ്ങളിൽ നിന്ന് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആധുനിക ശാസ്ത്രവും പ്രവർത്തിക്കുന്നത് എന്ന വാദം. ലിംഗ്വിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള, ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്ന് ശാസ്ത്രത്തിന് നേരെ ഉണ്ടായിട്ടുള്ള വാദം, യഥാർത്ഥത്തിൽ ശാസ്ത്രം രേഖപ്പെടുത്തപ്പെടുന്നത് ഭാഷയിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് ഭാഷയ്ക്ക് കൽപ്പിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കും ആരോപിക്കപ്പെടാവുന്നതാണ് എന്ന ലിംഗ്വിസ്റ്റുകളുടെ വാദം. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നീകരണങ്ങൾക്ക് ആധുനിക ശാസ്ത്രം വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ശാസ്ത്രീയതയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ മൂല്യത്തെ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുന്ന ഒരു മൂല്യമായി പ്രതിഷ്ഠിക്കുന്നത് എന്നൊരു കാര്യമാണ് സവിശേഷമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കേരളത്തിൻ്റെ സവിശേഷ മണ്ഡലത്തിൽ ആധുനിക ശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇനിയും സൂചിപ്പിക്കേണ്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. എൻ്റെ സമയം 45 മിനിറ്റോളം ഞാനിപ്പോൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് ആ മേഖലയെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖല എന്നുള്ള നിലയ്ക്ക് ലോകമെമ്പാടും ചർച്ചാ വിഷയമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ ഭീതിയുടെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ കേരളീയ സമൂഹത്തിനും ബാധകമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കുണ്ടായിട്ടുള്ള വലിയ വ്യതിയാനം നമ്മളുടെയൊക്കെ ജീവിതാനുഭവത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ കാര്യത്തിൽ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ കാര്യത്തിൽ അതിനകത്ത് ശാസ്ത്രത്തിൻ്റെ മൂല്യങ്ങൾക്ക്, ശാസ്ത്രീയത പാലിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നാം വരുത്തിയിട്ടുള്ള വീഴ്ചകളിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാറമടകൾ സൃഷ്ടിക്കുക എന്നതൊക്കെ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, ഇവയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിനും ബാധകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ കൂടുതൽ ബൃഹത്തായ ചില മാനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ കാരണം കേരളം വളരെ ഉയർന്ന ജനസാന്ദ്രതയുള്ള, വളരെ കുറഞ്ഞ ഏരിയയുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ അതിരൂക്ഷമായിട്ടായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലൊരു ആണവ നിലയം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആണവ നിലയത്തെ പോലുള്ള അത്യന്തം മലിനകാരിയായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തെ പോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് സ്ഥാപിക്കുന്നത് എത്രമേൽ അഭികാമ്യമാണ് എന്ന പ്രശ്നം ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഇനിയും ജലവൈദ്യുത പദ്ധതികൾ, വലിയ തോതിൽ വെള്ളം കെട്ടി നിർത്തുന്ന പദ്ധതികൾ കേരളത്തിന് സാധ്യമാണോ എന്നുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് വൈദ്യുത പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് താപനിലയങ്ങൾ
പരിഹാരമായി നൽകിയവർക്ക് നിർദ്ദേശിച്ചവർക്ക് തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള അത് സൃഷ്ടിച്ചിട്ടുള്ള ദൂഷ്യഫലങ്ങളുടെ പിന്നീട് ഉണ്ടായിട്ടുള്ള ഇന്ധനക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ കാര്യത്തിൽ അത് തെറ്റായ വഴികളിലേക്കുള്ള നിർദ്ദേശങ്ങളായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വികസന പരിപ്രേക്ഷ്യത്തിൽ സ്വാഭാവികമായിട്ടും ശാസ്ത്രീയമായ അപഗ്രഥനത്തിൻ്റെ ശാസ്ത്രീയമായ ഇടപെടലുകളുടെ അഭാവം തെളിഞ്ഞു വരുന്നു എന്ന് കൂടി സൂചിപ്പിക്കുന്നു.